epistle of Hebrews chapter 11 verses 24, 25 and 26. If someone can read in English. ദൈവവചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the God's word. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചു കേട്ടത്. We read a verse that's very known to us. ഒരിക്കൽ ഞാൻ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. And I did speak from this portion before. കഷ്ടത ഒരു ദൈവ പൈതലിന് ഉള്ളതാണോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഞാൻ പങ്കുവെച്ചത് ഓർക്കുന്നു. I gave a thought that tribulations are there for the believers. ഇന്ന് പകലിൽ ദൈവം വേറെ ഒരു ചിന്ത കർത്താവിന്റെ ഹൃദയത്തെ നൽകി തന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ നൽകി. Today the Holy Spirit gave me another thought about it. ഇന്ന് പകലത്തെ എൻ്റെ ചിന്തയ്ക്ക് നിങ്ങൾക്കൊരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ ഫ്രേസ് ഇങ്ങനെയാണ്: വാട്ട് വി ചൂസ് ദാറ്റ് ഈസ് അവർ ഹിസ്റ്ററി. നമ്മൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ ചരിത്രമാണ്. Yeah, whatever we have chosen is our history. That's the title that we have to give. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൽകി കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തിരഞ്ഞെടുപ്പാണ്. One of the greatest blessing that God has given to his people is the will to choose. ആ ഒരു കഴിവാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. And that's the main difference, what we are different from other people. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒത്തിരി തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മൾ പോയി അല്ലേ? Today when we got up, we have gone through different choices. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ജെയ്സൺ. And one of the person who I really love is Jason. ജെയ്സൺ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു കുറഞ്ഞതൊരു 5 തിരഞ്ഞെടുപ്പെങ്കിലും ചെയ്തിട്ടുണ്ട്. And today when the Jason got up, he would have taken 5 different choices. രാവിലെ കണ്ണ് തിരുമ്മി ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഓർത്തു. And first when he opened his eyes, he thought today is Sunday. പോണോ വേണ്ടയോ എന്നുള്ളൊരു തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അദ്ദേഹം ചെന്ന് വിട്ടു. And then he came into a position whether I have to go or not. അവൻ തിരഞ്ഞെടുത്തു ഇന്ന് ആരാധനയ്ക്ക് പോകും. And then he chose I will go. അവിടുന്ന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുക. And then he got up. പിന്നെ ഓരോ തിരഞ്ഞെടുപ്പുകളുടെ മുന്നിൽ അദ്ദേഹം ചെന്നപ്പെട്ടു. And then he comes to a different choices in the front. പെട്ടെന്ന് ഫ്രഷ് ആയി നേരെ ഉടുപ്പുകളുടെ മുന്നിൽ ചെന്നു. And then he fresh and became ready. ഏതുടുപ്പിടണം ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ചെല്ലുക. Okay, and he went and came into a different choice. നോക്കിക്കേ, തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഒരു സർവ്വസാധാരണമാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ. The choices are always before people. ഇന്ന് പകലിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ഒത്തിരി തിരഞ്ഞെടുപ്പുകളിലൂടെ കടന്നുപോയി. When we came here, we went through many choices. തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര ഗൗരവമായ ഒരു കാര്യമാണ്. It is very important these choices are in one's life. അതാ ഞാൻ പറഞ്ഞത്, ഓരോ തിരഞ്ഞെടുപ്പും വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. And every choice you have to be very careful. കാരണം അത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുക. Because it is all related to the history. ഇന്ന് പകലിലും നമുക്ക് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നത് തന്നെ നമ്മൾ എടുത്തൊരു തിരഞ്ഞെടുപ്പാണ്. The way we are worshiping the Lord and the choice that we took this morning itself is a choice that you have taken. യേശുവിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ആരാധിക്കാൻ കഴിയുന്നത്. അതൊരു തിരഞ്ഞെടുപ്പാണ്. Jesus has chosen us. That's the reason we are worshiping Him. ആ തിരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ ചരിത്രത്തെ മാറ്റിയത്. And that choice is what the history of ours has been changed. അല്ലെങ്കിൽ ഇന്ന് പകലിൽ എവിടെയെങ്കിലും കള്ളു കുടിച്ച് നമ്മൾ കിടന്നേനെ. Or we would have been somewhere in some places closed our eyes. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, യേശുവിനെ തിരഞ്ഞെടുത്തതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ്. And the biggest choice that happened in my life was Jesus chose me. ഇന്ന് പകലിലും ആ കർത്താവിനെ തിരഞ്ഞെടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞേ, യേശുവിനെ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ്. If somebody has not been under the call, let me tell you, my beloved, the greatest call and the choice is the choice that Jesus makes into your life. കാരണം എന്തെന്നറിയാമോ? What is the reason? ഈ
തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ചരിത്രത്തെ സ്വാധീനിക്കുന്നത്. Because this is the choice that really influence our history. വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണേ. You have to listen with carefully. നമ്മൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത്, Whatever we chose, അത് നമ്മുടെ ഭാവിയെ സ്വാധീനിക്കും, ഭാവിയെ ബാധിക്കും. it influences our future and it really has influence on our future. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾ മറക്കരുത്. Let us all look into the portion that I read. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി എൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ. And you have to journey through me with this thought in your mind. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ചരിത്രത്തെ മാറ്റും. And our choices changes and influences our future. എപ്പോഴാണ് തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരിക? When do we require these choices? ഒന്നിലധികം ഒരു കാര്യം നമ്മുടെ മുൻപിൽ വരുമ്പോഴാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടി വരിക. We need choices when one or more things come into our life. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, Example, നിങ്ങൾ ഒരു കടയിലേക്ക് പോകുകയാണ്. we are going to a shop. പ്രത്യേകിച്ച് ഭാര്യയുമായി നിങ്ങൾ തുണി എടുക്കുവാൻ പോകുന്നു. You are going with your spouse to take clothes in a shop. ഒരു കടയിലേക്ക് നിങ്ങൾ കയറി. When you got into the shop, പുള്ളിക്കാരി തിരഞ്ഞെടുക്കാൻ തുടങ്ങി. and she started taking. ചിലപ്പം ഒരു ഡ്രസ്സിന് വേണ്ടിയാണ് കയറിയത്. And she must have gone for one dress. എന്നാൽ കയറി ഒരു 25 എണ്ണം ഇഷ്ടപ്പെട്ടു. And she will like all those 25 of them. അതിനകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കണം. And then she has to take only one of them. ഓക്കേ, എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വരിക? When do you require choices? ഒന്നിലധികം ചോയ്സസ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ അവിടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. Choices, election is required when there is two or more choices that comes before you. അപ്പോൾ ഈ 25-നകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കണം അല്ലേ? And you have to elect from the 25 one of them. അപ്പം ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 24 എണ്ണത്തെയും ഉപേക്ഷിക്കുകയാണ്. And we can see all the 24 is rejected when you select one of them. അപ്പം ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. This is the importance of being നമ്മൾ choice. ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ We select one thing. നമ്മൾ പോലും അറിയാതെ ചിലതിനെ ഉപേക്ഷിക്കേണ്ടി വരും. And without knowing we have to reject some of ചിലതിനെ them. തിരസ്കരിക്കേണ്ടി വരും. Some of them we have to forsake ചിലതിനെ them. മാറ്റി നിർത്തേണ്ടി വരും. Some things we have to keep it away. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലും കർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ When we took and selected our Jesus, നമ്മൾ പോലും അറിയാതെ ചിലതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. we have our own, without our knowledge, we have kept something ചിലതിനെ away. നമ്മൾ തിരസ്കരിച്ചിട്ടുണ്ട്. We have rejected certain things. ഇന്ന് പകലിൽ അങ്ങനെ നിങ്ങൾക്ക് തിരസ്കരിച്ചിട്ടില്ലെങ്കിൽ, If you have not rejected some of the things in your ഈ life, ദൂത് നിങ്ങളോടാണ്. this message is for you. കർത്താവിനെ നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ, If you have chosen Jesus, അവനുമായുള്ള ബന്ധത്തിന് വിള്ളൽ വരുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, if there is anything that takes you away from the choice in the relation of Jesus, അതിനെ ഉപേക്ഷിക്കേണ്ട സമയമാണ്. this is the time that you have to be. അതിനെ തിരസ്കരിക്കേണ്ട സമയമാണ്. This is the time you have to rebuke and we have to take it അപ്പോൾ away. ഞാൻ പറഞ്ഞത് എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വരിക? When do you need an election or a selection there? ഒരു 10-25 എണ്ണം മുന്നിൽ ചോയ്സസ് ആയിട്ട് വരുമ്പോൾ ഒരെണ്ണത്തെ There are തിരഞ്ഞെടുക്കണം. 25 choices and you need to select one of them. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ But during this age, ഭയങ്കര ഒരു കോമഡി ഞാൻ പറയാം. and let me tell you someone of the comedy. ഒരെണ്ണത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ കയറുന്നത്. We are going for one, പുറത്തിറങ്ങി വരുമ്പോൾ കൂടിനകത്ത് ഒരു 3-4 എണ്ണം കാണും. and when we come out in that whole basket you'll be having 4 or 5. എന്തോ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. Oh, we will have so much of loss. ഒരു ഷർട്ടിന് വേണ്ടിയായിരിക്കും നമ്മൾ കയറുന്നത്. I am going to take one shirt, നല്ല ഇറങ്ങി വരുമ്പോൾ അതിനകത്തൊരു 3-4 എണ്ണം കാണും. and when I come back there'll be 2 or 3 of them. ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പതല്ല. And this is not what God wants us to do. ദൈവം ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പതല്ല. What God wants to select or elect is not like that. കൃത്യമായി ദൈവഹിതപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ വെളിപ്പെടണം. God, you should have an established choice of Jesus in your life. ആത്മീയ അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് നിന്ന് പറഞ്ഞാൽ, Let me tell you in a spiritual way. യേശു പറഞ്ഞിട്ടുണ്ട്, Jesus said it. നിങ്ങൾക്ക് 2 ചോയ്സ് തരികയാണ്. I'm giving you 2 choices. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും You തിരഞ്ഞെടുക്കാം. can take any one of them. ഒന്നെങ്കിൽ ദൈവത്തെ വേണോ, Or you need a God, അല്ലെങ്കിൽ പിശാചിനെ വേണോ. or you need devil. ദൈവത്തെ വേണോ, If you need God, അല്ലെങ്കിൽ ലോകത്തെ വേണോ. or you need the world. ദൈവത്തെ വേണോ, If you need God, അല്ലെങ്കിൽ മാമോനെ വേണോ. or you need a mammon. നോക്കിക്കേ, ദൈവത്തിന്റെ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്, This is the workflow. This is the kind of a workflow. ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. You have to select only one. ഇന്ന് പകലിൽ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ഇന്ന് പകലൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. Oh, let us have a
and heart choice to choose our Lord. കർത്താവ് അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. That's the reason the word says you cannot serve two masters at the same time. Hallelujah. Hallelujah. നോക്കിക്കേ, ഈ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ഒരു ദൂതിലേക്ക് ഞാൻ കയറി. Going to the message that the Holy Spirit spoke to me. അതിന്റെ 24ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് Let's വായിക്കുന്നത്. go to the 24th verse. അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പ് മോശ ചെയ്യുകയാണ്. Here is Moses taking an extraordinary choice. മോശയ്ക്ക് മുൻപിൽ ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ വന്നു. There are more than one choice that came before Moses. അതിനകത്ത് മോശയ്ക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കണം. And Moses wants to take one choice in that. ആ ഒരു വാക്യത്തിനകത്തൂടെ നമ്മൾ കയറുകയാണ്. And we are going through that word. ഒന്നാമത്തെ ചോയ്സ് മോശയുടെ മുൻപിൽ വന്നത്, And this is the choice one that came into Moses' life. പാപത്തിന്റെ തൽക്കാല ഭോഗം വേണോ അതോ ദൈവജനത്തോട് കൂടിയുള്ള കഷ്ടം വേണോ? Or do you need the affliction that goes with the people of God, or you need the happiness that goes with the flesh? രണ്ടാമത്തെ ചോയ്സ് മോശയുടെ മുമ്പിൽ വന്നത്, Second choice that came in through. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേര് വേണോ അതോ ദൈവത്തോട് കൂടെ നിൽക്കാനുള്ള സ്നേഹിതൻ എന്ന ലേബൽ വേണോ? Or does he want to be as a God's friend or the son of Pharaoh? മൂന്നാമത്തെ ചോയ്സ് അവന്റെ മുൻപിൽ വന്നത്, നോക്കിക്കേ, മോശ വന്ന് നിൽക്കുക. And Moses is coming and standing before three. ചോയ്സസുകളുടെ മുൻപിൽ വന്ന് നിൽക്കുക. All these three choices are before him. ഹല്ലേലൂയ. മോശയ്ക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. Moses can take it any of those choices. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. He could take anything. ആരും അദ്ദേഹത്തോടൊന്നും പറയില്ല. Nobody will say anything to him. എന്നാൽ അവൻ തിരഞ്ഞെടുപ്പ് അവന്റെ ചരിത്രത്തെ മാറ്റി. And the choice that he took even turned over his history. മോശയുടെ മുൻപിൽ തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ, When the choices came before Moses, മോശ കൃത്യമായി തിരഞ്ഞെടുത്തു. and he took carefully and correctly. കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ ചെയ്തു. He took the right choice. എന്താ മോശ ചെയ്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പ്? First choice, what did Moses do? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ മാറ്റി നിർത്തി. And he went and left all the sin and sinful behavior. ദൈവജനത്തോട് കൂടിയുള്ള കഷ്ടം തിരഞ്ഞെടുത്തു. And he took the afflictions with the people of God. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് മോശ ചെയ്തത് കൃത്യമായിരുന്നു. And the second choice was correct indeed, but Moses took. ഫറവോന്റെ പുത്രി എന്ന മകന്റെ ലേബൽ അവൻ മാറ്റി. And he didn't want the label that he was a son of Pharaoh's daughters. നോക്കിക്കേ, ഈ ചോയ്സസ് ആണ് മോശയെ അസാധാരണമായ വ്യക്തിത്വമാക്കി മാറ്റി. These are the choices that made Moses an extraordinary person. 24 തുടക്കം നിങ്ങൾ ഒന്ന് നോക്കിക്കേ. Can we all look into the starting of the 24? എങ്ങനെയാണ് മോശയ്ക്ക് കൃത്യമായി ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്? How come Moses took the correct decisions? 24 ആദ്യ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. And the 24, the earlier part reads like this. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. And we can see that by faith when Moses grew. ഞാൻ ആദ്യം പറഞ്ഞു, ചോയ്സസ് നമ്മുടെ മുൻപിൽ വരും. And when the choices come before ആ us. ചോയ്സസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചരിത്രത്തെ മാറ്റും. And the choices that we take may change our history. എന്നാൽ ആ കൃത്യമായ ചോയ്സസ് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് എടുക്കാൻ സാധിക്കുക? How come a person can take the right choice in his life? മോശയുടെ ജീവിതം വെച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ അതിന്റെ എക്സാമ്പിൾ വരച്ചു കാണിക്കുക. And I am giving you an example through the life of മോശയ്ക്ക് Moses. എങ്ങനെയാണ് കൃത്യമായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്? How come Moses take the correct selection? 24 ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നു. And we can see in the first part of the 24th verse, by faith Moses grew. ദൈവഹിത പ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന്, ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. If you want to take the right selection according to the God's will, the number one, that you should walk the faith. ഒന്ന് വായികളെ തുറന്ന് പറഞ്ഞേ, വിശ്വാസം ഉണ്ടായിരിക്കണം. The first, can we all open and say that we should have faith? കൃത്യമായ തിരഞ്ഞെടുപ്പ് എടുക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. If you want to have the right choice, you should have faith in your life. നോക്കിക്കേ, നിങ്ങൾ ആ മോശയുടെ ഭവനത്തിലേക്ക് ഒന്ന് നോക്കി. Let us all go into the home of Moses. മോശയുടെ ഭവനത്തിൽ മിരിയാം ജനിച്ചു. And we can say that Miriam was born in his house. മോശയുടെ ഭവനത്തിൽ ആഹരോൻ ജനിച്ചു. And in the Moses house, Aaron was born. ഇവര് രണ്ടും ജനിച്ചപ്പോൾ ഉണ്ടാകാത്ത അസാധാരണമായ പ്രതിസന്ധി മോശ ജനിച്ചപ്പോൾ ഉണ്ടായി. And we can see that Moses went through a very difficult situation those two people never went through. നോക്കിക്കേ, അസാധാരണമായ ഒരു പ്രതിസന്ധി അവിടെ An നേരിടുകയാണ്. extraordinary tribulation happened to Moses. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ 100 പ്രശ്നങ്ങൾ അവിടെ വരികയാണ്. And we can see there are 100 types of things that came into the life of Moses just to vanish him എന്നാൽ away. 24-ാമത്തെ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും മോശ വളർന്നു. And we can see all these problems when we came in the verse 24 says Moses grew.
ജനിച്ചപ്പോഴേ കൊല്ലാൻ നോക്കി. He was going to be destroyed at the birth. 100 പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ പാഞ്ഞെടുത്തു. Hundreds of problems came into his എന്നാൽ life. വചനം കൃത്യമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, മോശ വളർന്നു. And here the Holy Spirit clearly says that he grew. ദൈവമക്കളെ, ഇന്ന് പകലിൽ ഒരു ആലോചന ഞാൻ പറയാം. Let me tell you one message to you. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, Because you know God, കർത്താവിനെ പിൻപറ്റുന്നതുകൊണ്ട്, because you are following God, പ്രശ്നം വരത്തില്ലെന്നല്ല കേട്ടോ. I am not telling that the problem will never പ്രതിസന്ധി come. ഇല്ലെന്നുള്ളതല്ല കേട്ടോ. It is not that tribulations will not ഇന്ന് come. പകലിൽ അതിന്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുന്നത് Because in midst of that, what makes you steadfast? ദൈവത്തിലുള്ള നിന്റെ വിശ്വാസമാണ്. It is the faith of God that makes you. ആ വിശ്വാസമാണ് നിന്നെ വളർത്തുന്നത്. That's the faith that makes you grow in the Christ. ഹല്ലേലൂയ. Hallelujah. മോശയെ വളർത്തിയത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. And we can see Moses he grew because of the faith. വളർത്തത്തിൽ നിന്ന് 100 ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റു. There was so much of forces that came that he will never grow. എന്നാൽ അതിന്റെ നടുവിൽ മോശ വളർന്നു. But in the midst of that he grew. ഹല്ലേലൂയ. Hallelujah. പകലിൽ പ്രിയരെ, സാഹചര്യങ്ങൾ ഒരുപക്ഷെ പറയും നമ്മൾ വളരത്തില്ലെന്ന്. The circumstances will say that there will not be any growth in your life. നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ് നമ്മളോട് പറയും നിനക്കിനി ഒരു ഹോപ്പില്ലെന്ന്. Your situations and the way you live will tell you that there is no hope for you. എന്നാൽ ഇന്ന് പകലെ ദൈവത്തിലൊന്ന് വിശ്വസിച്ചോ. Oh, today can I tell you, can you be in faith with Jesus? ദൈവത്തിലൊന്ന് വിശ്വസിച്ചോ. Can you believe in God? നിങ്ങൾ വളർന്നിരിക്കും. You will grow. നിങ്ങൾ വളർന്നിരിക്കും. You will grow. അടുത്തിരിക്കുന്നവർക്ക് ആ കാര്യം കൊടുത്തിട്ട് പറ, വിശ്വസിക്കുന്നവൻ വളരുമെന്ന് പറ. Can you all tell that the one who is in faith will grow? Come on, നിങ്ങളൊന്ന് ലൈവ് ആയിക്കേ. വിശ്വസിക്കുന്നവൻ വളരുമെന്ന് പറ. Can you tell that the one who believe will grow? അടുത്തിരിക്കുന്നവർക്ക് 2-3 പേർക്ക് അങ്ങ് പറ. നിങ്ങളുടെ ആ വാക്കിനകത്ത് ഭയങ്കര പവറാണ്. വിശ്വസിക്കുന്നവൻ വളരുമെന്ന് പറ. അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ പറ. വിശ്വസിക്കുന്നവൻ വളരും. വിശ്വസിക്കുന്നവൻ വളരും. യെസ്, ഹല്ലേലൂയ. Hallelujah. ആമേൻ. വിശ്വസിക്കുന്നവൻ വളരും. നോക്കിക്കേ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് മോശ വളരുകയാണ്. And we can see that Moses is growing. മോശയിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. And there is God's miracle is happening through Moses. നോക്കിക്കേ, ഇത് ഈ ദൈവിക പദ്ധതി മോശയിലൂടെ വെളിപ്പെടുമെന്ന് മനസ്സിലാക്കിയ പിശാച്. And we can see the devil who know that God's work is going to be displayed through Moses. നിങ്ങൾക്ക് അവന്റെ പദ്ധതി നിങ്ങളൊന്ന് തിരിച്ചറിയണേ. You have to understand the devil's strategy. അതുവരെ ഇല്ലാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. There is a new rules and regulations that come into പുതിയ there. നിയമങ്ങൾ അവിടെ വരിക. There is new law that is coming. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ, when you will read Exodus chapter 1, അതുവരെ അവർ കാണാത്ത റൂൾസ് അവിടെ വരിക. and the Israelites are knowing the rules that they never came to know. രാജാവ് വന്ന് സൂതകർമ്മിണികളോട് ഇങ്ങനെ പറയുന്നു. അവർ ഈ പ്രസവം എടുക്കുന്ന സ്ത്രീകളോട് വന്ന് പറയുകയാണ്. And we can see the king is commanding to the people who are taking the delivery. നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഞാൻ തരിക. I'm just going to give you a duty. എബ്രായ സ്ത്രീകളുടെ ഭവനത്തിൽ പ്രസവം എടുക്കാൻ പോകുമ്പോൾ, And if you are going to take the labor in Israelites' house, കുഞ്ഞാണെങ്കിൽ if it is a son, അവൻ ഉണ്ടാകുമ്പോഴേ അവനെ കൊന്നു കളഞ്ഞു. and as soon as he is born, you kill them. നോക്കിക്കേ, അവർ പോലും പ്രതീക്ഷിക്കാത്ത റൂൾസ് വരികയാണ്. And here is the rules that is coming across to them that they never even know. എന്താണ്? ആണാണെങ്കിൽ കൊന്നു കളഞ്ഞു. If it is a son, just if it's a boy, kill it. അതായിരുന്നു പൈശാചികന്റെ പദ്ധതി. And that is a strategy of devil. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളൊന്ന് കാണണേ. And let us look into the strategy of God. ആ പദ്ധതി നമ്മൾ കാണുമ്പോഴാണ് കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നത്. When that strategy is known, that's how you will praise God. പുറപ്പാട് പുസ്തകം 1:19 നമ്മൾ വായിക്കുമ്പോൾ, Exodus chapter 1 verses 19 we read. ഈ സൂതകർമ്മിണികൾ വന്ന് രാജാവിനോട് പറയുകയാണ്. And these midwives came into the king's court. രാജാവേ, എബ്രായ സ്ത്രീകൾ മിസ്രൈമിലെ സ്ത്രീകളെ പോലെ അല്ല. Oh king, the Hebrew women are not like the Egyptian അവിടെ women. കൊടുത്തിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവർ ഭയങ്കര തിറവുള്ളവരാണ്. And we can see they say they're very courageous. അവർ ഭയങ്കര ഊർജ്ജസ്വലരാണ്. And they are very strengthful. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ, When we are going to kill them, ഞങ്ങൾ എത്തുമ്പോൾ തന്നെ as soon as we are there, കുഞ്ഞുങ്ങൾ പുറത്തു വരികയാണ്. the children is coming നോക്കിക്കേ, out. പൈശാചികന്റെ പദ്ധതി ആൺ തലമുറകളെ ഇല്ലാതാക്കുക. And we can see the generation is going to be destroyed. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ നോക്കുക. Can you look into the strategy of ആൺ God? പൈതങ്ങളെ കൊല്ലാൻ ചെല്ലുമ്പോൾ തന്നെ അവർ പുറത്തു വരികയാണ്. And we can see as soon as the labor is going to happen, the sons and daughters are in the life. ഇതിനകത്ത് നിന്ന് എനിക്കൊരു ദൂത് നിങ്ങളോട്
നിങ്ങളോട് കൈമാറാനുണ്ട്. Let me tell you one of the message before പ്രിയരെ, it. പൈശാചികൻ 100 പദ്ധതികൾ മെനഞ്ഞാലും Even if the devil has different strategies, എന്റെ ദൈവത്തിന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന, അവന്റെ സർവജ്ഞാനത്തിൽ ഉരുത്തിരിയുന്ന ഒരു പദ്ധതി മതി പൈശാചികന്റെ 100 പദ്ധതികളെ ഇല്ലാതാക്കാൻ. I can tell you only one strategy of God can destroy hundreds of strategies of devil. ഇന്ന് പകലിൽ ഒന്നുകൂടെ ഞാൻ ദൂത് വിളിച്ചു Let പറയുന്നു. me tell you the call of the message today. ദുഷ്ട പിശാച് എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നോട്ടെ, Even the devil brings any types of rules and regulations. പൈശാചികൻ എത്ര നിയമങ്ങൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ പൊക്കിവിട്ടോട്ടെ, Let any law come before the promise of God that is given to you. എന്നാൽ എന്റെ ദൈവത്തിന്റെ മനസ്സിൽ ഉയരുന്ന ഒരു പദ്ധതി മതി പൈശാചിക പദ്ധതികളെ തകർക്കാൻ. It's only one strategy of God is enough to destroy the 100 of the devil. Hallelujah. Hallelujah. Glory to God. നോക്കിക്കേ, ഇവിടുത്തെ നിയമങ്ങൾ അവർക്കെതിരെ, മോശക്കെതിരായിരുന്നു, മോശയുടെ വളർച്ചയ്ക്കെതിരായിരുന്നു. We can see that it was against the growth of Moses what the devil brought, അവിടെ ഭയങ്കര എതിരായിരുന്നു. and it was against his growth. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം But in the faith of God, മോശയെ വളർത്തി, Moses grew. മോശയെ വളർത്തി. Moses was grown ഇന്ന് പകലിൽ in ഈ that. ദേശത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, Oh, in this land what God has kept for you, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, the thing that has been kept for the നിന്റെ generations, കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കി to വെച്ചിരിക്കുന്ന the family that God has given to you. നന്മകൾ പ്രാപിക്കത്തില്ലെന്ന് ഇവിടെയുള്ള റൂൾസ് എഴുന്നേറ്റ് നിന്നോട് If the പറഞ്ഞു, Lord declares us that that cannot is impossible, ഇവിടുത്തെ റെഗുലേഷൻസ് നിന്നോട് പറഞ്ഞാൽ, if these regulations say, ഇവിടുത്തെ നിയമങ്ങൾ നിനക്കെതിരാണെങ്കിലും, if this law is against what you ഇന്ന് are പകലിൽ currently ഈ doing, വചനം നിന്നോടാണ്. and this word is for you, ദൈവത്തിൽ വിശ്വസിക്കുക. you believe in God. വിശ്വസിക്കുന്നവൻ വളർന്നിരിക്കും. The one who believes will grow. വിശ്വസിക്കുന്നവൻ The വളർന്നിരിക്കും. one who believes in faith will grow. വിശ്വസിക്കുന്നവൻ നന്മ The പ്രാപിച്ചിരിക്കും. one who is in faith will have blessings. വിശ്വസിക്കുന്നവൻ അനുഗ്രഹം The പ്രാപിച്ചിരിക്കും. one who has Come on. blessings will get the blessings. വിശ്വസിക്കുന്നവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. The one who is in faith, he will get the blessings. വിശ്വസിക്കുന്നവൻ വാഗ്ദത്തം പ്രാപിച്ചിരിക്കും. The one who is in faith will surely get the promises of God. അയ്യോ പാസ്റ്ററെ, റൂൾസ് എതിരാ ഞങ്ങൾക്ക്. Oh pastor, the rules are against us, എന്നാൽ വാഗ്ദത്തം എനിക്കുണ്ട്. but I have a promise. ദൈവം പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. And that's what you said. God said I came here. എനിക്ക് നല്ലൊന്നാന്തരം ജോലി കളഞ്ഞിട്ടാ ഞാൻ വന്നത്. I had a nice good job. I left it and came എനിക്ക് here. ഒരു കുഴപ്പവുമില്ലായിരുന്നു. I didn't have any problem. എന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, And the problems and trials that I go through, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ നിന്ന, and the shame that I go through, അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. and it is more than I can suffer. ആരെങ്കിലും ഇന്ന് പകലിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, If there is anybody who is telling like that, ഈ വചനം നിന്നോടാണ്. this word is for you. മോശ ജനിച്ചപ്പോഴേ തകർക്കാൻ നോക്കിയതാണ്. As soon as Moses was growing, was born, the Satan wanted to 3 destroy. തവണയാണ് മോശയെ തകർക്കാൻ 3 നോക്കിയത്. times Satan tried to destroy him. 1 ജനിച്ചപ്പോൾ തുടങ്ങിയതാണ്. Number 1 when he was born. 2 40-ാമത്തെ വയസ്സിൽ അവൻ തകർക്കാൻ നോക്കി. Second, at the 40 he wanted to be destroyed. 80-ാമത്തെ വയസ്സിൽ അവനെ തകർക്കാൻ At നോക്കി. 80th he was going to be എന്നാൽ destroyed. ഇവിടെ എല്ലാം മോശ വളർന്നു കേട്ടോ. But during this time Moses grew. ഇവിടെ എല്ലാം മോശ വളർന്നു. All this time Moses grew. എങ്ങനെയാണ് മോശ വളർന്നത്? This is how നീ Moses മക്കൾ വായ തുറന്ന് പറ, വിശ്വാസത്താൽ. And you have to open your mouth and say by faith. Come on, വിശ്വാസത്താൽ. You have to open say my faith. ഹുറബബ ശകാലമ അർത്ഥന വൈഡൽ കനാറൽ കോനിയ. വിശ്വാസത്താൽ നീ വളരും. വിശ്വാസത്താൽ നീ വളരും. കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി ഇന്ന് പകലും ഞാൻ പ്രവചിക്കുന്നു, വിശ്വാസത്താൽ നീ വളർന്നിരിക്കും. I'm telling out in the prophecy, by faith you will grow. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടുണ്ട്. There is a blessed song. വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒത്തിരി തവണ എൻ്റെ മനസ്സ് ഇടിയുമ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഒത്തിരി ഈ ഒരു പാട്ടാണ്. ഞാൻ എപ്പോഴും ആ പാട്ട് പാടാറുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങനെ ഒരു ഹേമം തരുന്നു. ആ ഒരു കോറസിന്റെ ചില ഈരടികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടാൻ പോകുകയാണ്. വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്താൽ മുന്നേറും ഞാൻ. ഓ വിശ്വാസത്താൽ ചെയ്തിടും ഞാൻ. ഒന്നും കണ്ടില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി ജയം എനിക്കുണ്ട്. ഒട്ടും
കർത്താവിൽ വിശ്വസിക്കുക, Thank you, Jesus. നിങ്ങൾ വളരും. മോശ വിശ്വസിച്ചു, മോശ വളർന്നു. Moses believed in faith and he grew. പിശാച് അവന്റെ ജ്ഞാനത്തിൽ എത്രയൊക്കെ പദ്ധതികൾ ഉണ്ടാക്കിയാലും ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവൻ ഒരുക്കുന്ന ഒരൊറ്റ പദ്ധതി മതി നിന്നെ വളർത്താൻ. If devil in his wisdom makes a strategy to destroy you, with the everlasting wisdom of our God, there's only one is enough to destroy his ഈ plans. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. And if you want to write this statement in your Bible, you can. പിശാച് അവന്റെ ജ്ഞാനത്തിൽ അവൻ മെനയുന്ന 100 പദ്ധതികൾ, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവൻ മെനയുന്ന ഒറ്റ പദ്ധതി മതി പൈശാചികന്റെ 100 പദ്ധതികളെ ഇല്ലാതാക്കാൻ. The wisdom of devil, if he uses that and has hundreds of strategies, in the greatest wisdom of God, there's only one is enough to destroy his strategies. എത്ര വലിയ പ്രൊജക്റ്റ് പിശാച് കൊണ്ടുവന്നോട്ടെ, Let the devil bring a largest project, വാഗ്ദത്തം ചെയ്തവനിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. and the one who has received the promise, blindly you believe ഇവിടെ him. കൊണ്ടുവന്നവനെ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. And the one who brought you here, believe him blindly. നിന്നോട് അരുളപ്പാട് പറഞ്ഞവനെ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. The one who has promised you, blindly you believe. അവൻ അറിയാം എന്ത് ചെയ്യണമെന്ന്, എപ്പോൾ ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന്. He knows what to do, when to do, and what time he has to do. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാ. Let's all praise God. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, അപ്പം വിശ്വാസത്താലാണ് മോശ വളർന്നത്. By faith he grew. ഈ വിശ്വാസം മോശയ്ക്ക് എവിടെ നിന്ന് കിട്ടി? From where did he got this faith? നമുക്കറിയാം, മോശ തന്റെ അമ്മയിൽ നിന്നാണ് ഈ വിശ്വാസം കിട്ടിയത്. And he got this faith from his mother. അമ്മ എത്ര സമയം വരെ മോശയുടെ കൂടെ ഉണ്ടായിരുന്നു? Do you know till what time the mother was there? വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മുലകൂടി വാറുന്നതും വരെ ഉള്ളായിരുന്നു അമ്മ അവന്റെ കൂടെ. Till the mother was feeding the breast milk, till that moment only she was there. ഒരു പക്ഷേ ഒരു 3, 4, 5 വയസ്സ്, Maybe 3, 4, 5 years. ഈ 5 വയസ്സിനുള്ളിൽ ഈ അമ്മ ചെയ്തത് ദൈവത്തിലുള്ള വിശ്വാസം ഇവനിലേക്ക് അങ്ങ് ഇഞ്ചക്ട് ചെയ്തു. And during that period of time, his mother injected the faith to him. ദൈവത്തിലുള്ള വിശ്വാസം ഇവനിലേക്ക് അങ്ങ് ഇമ്പാർട്ട് ചെയ്തു. And the faith in God was imparted onto the baby അപ്പോൾ Moses. ഈ വിശ്വാസമാണ് ഇവനെ വളർത്തുന്നത്. And this faith is what led him. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരോട് എനിക്കൊരു ദൂതുണ്ട്. I'm telling you a message to the parents here. എൻ്റെ പ്രിയ മാതാപിതാക്കന്മാരെ, Oh my beloved parents. നമ്മുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മെരുങ്ങുന്ന ഒരു സമയമുണ്ട്. And there is a time when the children can be tampered in our hands. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമുണ്ട്. There is a time when the children can be corrected and straightened during that time. ആ സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസം അവരിലേക്ക് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്തോ. During that time, put the faith of God in him and inject it. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്ന് അറിയാവോ? Else what will happen? ഒരു സമയം വരും, There will be a time. നിന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു സമയം, They will not be in your arms. നിന്റെ കയ്യിൽ മെരുങ്ങാത്ത ഒരു സമയം. There is a time when they will not be in your hands. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ മുൻപിൽ ചോയ്സുകൾ വെളിപ്പെടും. And in that time there will be choices coming up. കൃത്യമായ ചോയ്സസ് അവർക്ക് എടുക്കാൻ പറ്റുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. And they have to take the correct choice is because of the faith in ആ God. സമയത്ത് ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, And if that time there is no faith in അവരെ God, ഓർത്ത് നിങ്ങൾക്ക് കരയേണ്ടി വരും. and you will have to cry for them, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കേണ്ടി വരും. and you have to meditate for them. ഇന്ന് പകൽ മാതാപിതാക്കന്മാരെ, നിങ്ങളോടൊരു ദൂത് ഞാൻ പറയുന്നു. Oh parents, I'm calling out this message to you. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യണം. When the children are there in your presence, so they can be corrected, impart the God's faith in them. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക You know എന്നറിയാമോ? what will happen after that? ഇപ്പോൾ UK നടക്കുന്നത് അതാണ്. And this is what's happening in അടുത്ത UK. ജനറേഷൻ ചർച്ചിലില്ല. There is no generation in the church. അടുത്ത ജനറേഷൻ യേശുവിനെ വേണ്ട. Next generation doesn't want God and നിങ്ങൾക്ക് Jesus. വേറെ ഒന്നും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലേലും Because if you don't have anything to give to them, യേശുവിനെ കൊടുക്ക. give Jesus to them. യേശുവിനെ കൊടുക്ക. Give Jesus to them.
അല്ലെങ്കിൽ ഒരു 20-25 വർഷം കഴിയുമ്പോൾ If not, when 25 years happen, നമ്മുടെ തലമുറകൾ സഭകളിൽ കാണില്ല. our children will not be there in the church. ഇന്ന് സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരവസ്ഥ ഇതാണ്. Today the church is going through a dangerous phase. നമ്മൾ പൊസിഷൻസിന്റെ പുറകെ ഓടുകയാണ്. We are all running after positions. നമ്മൾ കമ്മിറ്റികളുടെ പുറകെ ഓടുകയാണ്. All people are running after the committees. മറ്റുള്ളവനെ എങ്ങനെ കൊതികാൽ വിട്ട് തകർക്കാമെന്ന് നമ്മൾ നോക്കുകയാണ്. And they are trying how somehow somebody can be make a black. എന്നാൽ അവിടെ നിങ്ങൾ വിട്ടുപോകുന്നതുകൊണ്ട് അടുത്ത തലമുറ. And we can see that thing that you are rejecting is the next generation. അവിടുത്തെ മറന്നു പോകുന്ന നിങ്ങൾ ഒരു കൂട്ടരുണ്ട് അടുത്ത തലമുറ. You know there is something that you are forgetting. That is the next generation. മാതാപിതാക്കന്മാരെ, Oh dear ഞാൻ parents. നിങ്ങളെ ബുദ്ധി ഉപദേശിക്കും. And I am putting you in a knowledge. കിട്ടുന്ന സമയം All the time you get. ദൈവത്തിലുള്ള വിശ്വാസം അവരിലേക്ക് നിങ്ങൾ ഇൻജെക്ട് ചെയ്യുക. Inject God's faith into their lives. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. You have to tell about God to them. ദൈവിക വഴിയിൽ അവരെ വളർത്തിയെടുക്കുക. Oh, make their path straight in the word of God. ദൈവത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ കാണട്ടെ. Oh, let them see what you prioritize, the God's word. അവരങ്ങനെ വളർന്നു വരട്ടെ. Oh, let them come in the presence of the Lord. അങ്ങനെ വളർന്നു വരുമ്പോൾ And when they are grow like that, അവരുടെ മുൻപിൽ ചോയ്സുകൾ വെളിപ്പെടുമ്പോൾ when the choices are laid out before them, അവർ കൃത്യമായി തിരഞ്ഞെടുക്കും. and they will correctly and rightly select. നിങ്ങൾ പറയേണ്ടി വരില്ല. And you will never have a chance to tell. അവിടെ പുറകെ നിങ്ങൾക്ക് പോകേണ്ടി You വരില്ല. don't have to go to them. ഇന്നത് ചെയ്യടാ ഇന്നത് പറയേണ്ടി വരില്ല. You don't have to tell you have to do this and you have to do that. കൃത്യമായി അവർ തിരഞ്ഞെടുക്കും. They will rightly select. കൃത്യമായി തിരഞ്ഞെടുക്കും. They will rightly select. വളരെ ഗൗരവമായൊരു ദൂതാണിത്. This is very, very important message. എൻ്റെ ദൂതിൻ്റെ തലക്കെട്ട് മറക്കരുത്. You have to listen to my title of this message. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ചരിത്രത്തെ നിർണ്ണയിക്കും. Our choices will turn over the history of us. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം അവരിലേക്ക് പകരണം. Let us all pour out the faith of Christ into them. വീട്ടിനകത്ത് വിശ്വാസത്തിന് ചോർച്ച സംഭവിക്കുന്ന സംസാരങ്ങൾ നിങ്ങൾ അവരുടെ മുൻപിൽ സംസാരിക്കരുത്. You should never talk in the house anything that leaks the faith of God in the house. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വിശ്വാസത്തിന് ചോർച്ച സംഭവിക്കുന്നതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് വീട്ടിനകത്ത് വരരുത്. Never from your tongue something should be uttered that leaks the faith of God in the house where you live in. വീട്ടിനകത്ത് വിശ്വാസത്തിന് യോഗ്യമായ സംസാരങ്ങൾ, വിശ്വാസത്തിന് യോഗ്യമായ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ വീട്ടിൽ വെളിപ്പെടട്ടെ. In your house everything should be in tie with that is going with the faith of അത് God. നമ്മുടെ തലമുറകൾ കാണട്ടെ. Let the generation see and learn. 2 തിമോത്തിയോസ് 1-4-5 വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കും. 2 Timothy chapter 4 verses 1:4-5 അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. and this is what we read. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന പദങ്ങൾ This is Paul saying about Timothy. ഇങ്ങനെയാണ് പറയുന്നത്. This is what he says. തിമോത്തിയോസേ, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നോക്കിക്കേ, സ്തോത്രം. ഈ തിമോത്തിയോസിന്റെ പൊക്കത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ തിമോത്തിയോസിന്റെ വണ്ണത്തെക്കുറിച്ചൊന്നും അല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, തിമോത്തിയോസേ, നിന്റെ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലീഷിലെ ആ പദം ഇങ്ങനെയാണ്, സിൻസിയർ ഫെയ്ത്ത്. നിന്റെ സിൻസിയർ ഫെയ്ത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. And here he says that Paul says to Timothy that I really remember the sincere faith that is in you. ഈ വിശ്വാസം എവിടുന്നാ തിമോത്തിയോസിന്റെ ഉള്ളിൽ വന്നത്? And where did this faith come into Timothy's life? അവന്റെ വല്യമ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. It came from the grandmother. അവന്റെ വല്യമ്മ ലോവീസിൽ നിന്ന് And the grandmother Lois. അത് ഇമ്പാർട്ടായി അവന്റെ അമ്മയിൽ വന്നു. And that's where it came into. അവന്റെ അമ്മയിൽ നിന്ന് അവനിൽ വന്നു. And from the mother to him. അതാ ഞാൻ പറഞ്ഞത്. And this is what we said. വിശ്വാസം എന്ന് പറയുന്നത് And by faith means അത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതാണ്. this is an impartation. ഒരു ജനറേഷനിൽ നിന്ന് മറ്റേ ജനറേഷനിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. From one generation to the next generation. നമ്മുടെ മുൻപിലുള്ള നമ്മുടെ പിതാക്കന്മാർ
വിശ്വാസം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്തു. And when our grandfathers imparted to our parents and to us, അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി ചില തിരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ പറ്റിയത്. that's the reason we could take the right choices in our life. അടുത്ത തലമുറയെ നോക്കി നിൽക്കുകയാണ്. And the next generation is waiting for that ഇന്ന് പകലിൽ choice. അവരിലേക്ക് ഈ വിശ്വാസത്തെ ഇമ്പാർട്ട് ചെയ്യാൻ, And to that generation impart this faith. അവരെ ഈ ജനറേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ, And to the next generation impart that faith. അവർ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. And you can see them shining for the Lord. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. And you can see them standing for the Lord. പകലിൽ എത്ര പേർ കർത്താവിന് സ്തോത്രം How ചെയ്യുന്നു? many people can praise God? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us all praise God. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. And let us all praise God. ഇന്ന് പകലിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഇന്ന് പകലിൽ വളരുക. Oh, in faith let us grow. ഹല്ലേലൂയ. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയാം. Let our eyes be closed. ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ Let our hearts be brought before Him. ഇന്ന് പകലുള്ള ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. And I believe that you came to know and you understood the message that God spoke today. തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ വരും. And there will be many choices that comes in through. കൃത്യമായി തിരഞ്ഞെടുക്കാൻ. And to the right choices you have to take. നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് കഴിയില്ല. In the education you will never find it. നിങ്ങളുടെ കഴിവ് കൊണ്ട് കഴിയില്ല. And in your talent you cannot. അങ്ങനെയെങ്കിൽ മോശയ്ക്ക് അത് ചെയ്യാമായിരുന്നു. And if that is the case, Moses could have done. ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് മോശയ്ക്ക് ലഭിച്ചത്. And the greatest education Moses got. എന്നാൽ മോശയെ വളർത്തിയത് അതൊന്നുമല്ല. And this is not what Moses grew. മോശയെ വളർത്തിയത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. It was faith, because of the faith that Moses grew. മറക്കരുത്, മറക്കരുത്. You should never forget. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയ പലകയിൽ ഇത് എഴുതിക്കോളം. വിശ്വാസത്താൽ ഞാൻ വളരും. In your heart you should say that I will live, I will grow in faith. വിശ്വാസത്താൽ ഞാൻ വളരും. I will grow in faith. സിറ്റുവേഷൻസ് എതിരായി നിന്നാലും, In situations if they are against me, നിങ്ങൾ പ്രഖ്യാപിച്ചോണം. you have to declare, വിശ്വാസത്താൽ ഞാൻ വളരും. in faith I will grow. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഈ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ വന്ന നിമിഷം മുതൽ ഇതുവരെയും കർത്താവിന്റെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ചെയ്തു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ തലമുറകളൊക്കെ തിരഞ്ഞെടുപ്പുകളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ. മോശയുടെ തിരഞ്ഞെടുപ്പ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ അത് നാളെ ഞങ്ങളുടെ ചരിത്രമായി രേഖപ്പെടുത്തേണ്ടതിന് ഇന്ന് പകലിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ മുൻപിൽ കൃത്യതയോടെ ദൈവഹിത പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകൾ ചെയ്യുവാൻ ഈ നിന്റെ ജനത്തെ ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിലുള്ള വിശ്വാസം ഞങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക്, അടുത്ത ജനറേഷനിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ അവിടെ ഞങ്ങളെ സഹായിക്കണേ. അതിനായി നിന്റെ ജനത്തെ കർത്താവ് ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.